നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. നമ്മുടെ കേരളത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റായിട്ട് മാറിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് കരിക്ക്. കരിക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അവർ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് തേരാപാര. ഈ പ്രോഗ്രാമിനകത്ത് അഭിനയിക്കുന്ന നമ്മുടെ ജോർജ് ആയാലും ഷിബു ആയാലും ശംഭു ആയാലും ലോലൻ ആയാലും ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ വളരെയധികം സ്ഥാനം പിടിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതിലൊരു ക്യാരക്ടർ ഒരു സിനിമയിൽ അവതരിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ജോർജ് ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ്. ആ സിനിമയുടെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങി. അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന് പറഞ്ഞ സിനിമയാണ്. മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കാളിദാസ് ജയറാമാണ്. ഈ സിനിമ പുറത്തു വന്നപ്പം കൂടുതൽ ആളുകളും അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ജോർജിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതായത് ജോർജിന് വേണ്ടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടാണ്. സത്യത്തിൽ ഞാൻ ആ ട്രെയിലർ കണ്ട സമയത്ത് ഇതിൻ്റെ അകത്ത് ജോർജ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ ട്രെയിലർ കുറച്ച് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു 1 മിനിറ്റും 15 സെക്കൻഡും ആയ സമയത്താണ് ഒരു ഡയലോഗ് കേൾക്കുന്നത്. ഡയലോഗ് കേൾക്കുന്ന സമയത്ത് കുറച്ച് ഡാർക്കാണ് അവിടുത്തെ ഒരു ആ സീന്. അപ്പോൾ അതിനകത്ത് കാണുന്നത് നമ്മുടെ ജോർജിനെ പോലെ ഒരാളെയാണ്. കുറച്ച് വ്യത്യാസമുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന ക്യാരക്ടേഴ്സൊന്നും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം ജോർജ് എന്ന് പറഞ്ഞുള്ള കഥാപാത്രമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ ജോർജ് ആയിരിക്കാനാണല്ലോ സാധ്യത. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓടി കമൻറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ കമൻറ്റിൽ പോയി നോക്കിയപ്പോൾ ആ ജോർജിന് വേണ്ടിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അർജന്റീന ഫാൻസ് ഫ്രം കാട്ടൂർ കടവ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഫുട്ബോൾ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഫുട്ബോൾ പശ്ചാത്തലം എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം അർജന്റീന ഫാൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് ഒരു പ്രണയമുണ്ട്, അതുപോലെ തന്നെ ഒരു എന്താ പറയുക നമ്മളെ കളിയും കാര്യങ്ങളും, അതായത് ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാച്ചിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു സിനിമയായിരിക്കാം. അപ്പോൾ അതിനകത്ത് പ്രണയവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കാണുന്ന സമയത്ത് നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജോർജിനെ അതിൻ്റെ അകത്ത് കാണാൻ സാധിച്ചു. എനിക്കരിക്കില്ല മറ്റു പിള്ളേരുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ജോർജിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻസ് വായിച്ചപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജോർജിൻ്റെ ശരിക്കുള്ള പേര് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ്, അനൂക്കെ അനിയൻ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിരുന്നു, അതായത് കരിക്കിൻ്റെ ആളുകൾ ആരാണെന്നൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം ചെയ്ത സമയത്ത് ഇതിൻ്റെ അകത്തുള്ള അനൂക്കെ അനിയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നിന്നും അദ്ദേഹം എനിക്കൊരു മെസ്സേജ് ചെയ്തിരുന്നു. ഇങ്ങനെ പ്രോഗ്രാം ചെയ്തത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മെസ്സേജ് ചെയ്തു. ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു കണക്ഷൻ ഉണ്ട്, അതായത് ചെറിയ ഫേസ്ബുക്ക് വഴിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ ഞങ്ങളായിട്ട് ചിലപ്പം പറഞ്ഞാൽ അറിയായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരുന്ന സമയത്ത് എനിക്ക് സത്യത്തിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സിനിമ അത് കാണാൻ വേണ്ടി നമ്മുടെ ഒരു കാത്തിരിപ്പ്. പിന്നെ അത് ഷുവർ ഹിറ്റാവും എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം മിഥുൻ മാനുവൽ തോമസിൻ്റെ ആട് 2 എന്ന് പറഞ്ഞ അവസാനത്തെ സിനിമ വലിയൊരു ഹിറ്റായിട്ട് മാറിയിട്ടുള്ള സിനിമയാണ്. പിന്നെ ഇതിനകത്തൊരു ഹിറ്റ് ഫാക്ടർ ഉള്ളത് നമ്മുടെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ള 4 സിനിമകൾ ഹിറ്റാണ്. അപ്പോൾ 5ാമത്തെ സിനിമയാണ്, ഇതിലും നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. പിന്നെ കാളിദാസ് ജയറാം അദ്ദേഹത്തിൻ്റെ പൂമരം എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു സിനിമയായിരുന്നു, കാഴ്ച അനുഭവം സമ്മാനിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും മികച്ചൊരു അനുഭവം സമ്മാനിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്, ഒന്ന് കണ്ടു നോക്കാം. ലിങ്ക് വേണേൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇടാം, കണ്ടു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.